അല്ല, അയാളല്ലോ അന്വേഷിക്കുന്നത്. ഗവൺമെൻറ് തീരുമാനിച്ച ടീമാണ് അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് അയാളും കൂടി മാറ്റി നിർത്തുക എന്നുള്ള തീരുമാനം വന്നാലാണ് നിങ്ങൾക്ക് തൃപ്തിയാകുമെങ്കിൽ അങ്ങനെ ആ തൃപ്തിക്ക് വേണ്ടി പറയാൻ ഞാനില്ല. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഗവൺമെൻറ് രാജിവെക്കണം എന്നുള്ള മുദ്രാവാക്യം രാഷ്ട്രീയമായിട്ട് മുന്നോട്ടേക്ക് വെക്കുന്നത്. നിങ്ങൾ ഇവിടെ രാജിവെക്കേണ്ടതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് അമ്മാതിരി വാർത്താരത്തിനൊന്നും കിടക്കണ്ട. അത് നമുക്ക് അറിയിക്കാം. അന്വേഷണം വരട്ടെ. ഒരു മാസം എന്തിനാ ഇത്ര വെപ്രാളം? ഒരു മാസം കൊണ്ട് കാര്യം തീരുവില്ലേ? ഒരു മാസത്തെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വരുന്ന അന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അയാൾ എന്താണ് വേണ്ടത് നമുക്ക് തീരുമാനിക്കാനുള്ള സൗകര്യം വരില്ലേ? അതിലെന്താ പ്രശ്നം? അയാളെ ജൂനിയറൊന്നുമല്ല പരിശോധിക്കുന്നത്, അയാളുടെ സീനിയറാണ്. അയാൾക്ക് അതിൻ്റെ അപ്പുറത്തൊരു ഉദ്യോഗസ്ഥൻ കേരളത്തിലില്ല. DGPക്ക് അപ്പുറം ആ DGP ആണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ മേലെ നിങ്ങൾ പണ്ടാരോ പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കണ്ട. ആയിക്കോട്ടെ, അവരെ സഹായിക്കാൻ വേണ്ടി മാത്രമല്ലേ DGP അല്ലേ? പിന്നെ ആരെയും നിങ്ങൾ എടുക്കുക? ലോകത്തിൻ്റെ വേറെ നിങ്ങൾ എടുത്തുകൊണ്ടുവരാൻ പറ്റുമോ? അല്ല, DGP ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ വെറുതെ ആവശ്യമില്ലാണ്ട് ചർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ഉന്നയിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് DGPയുടെ നേതൃത്വത്തിലുള്ള ടീം. അപ്പോൾ DGPയെ സഹായിക്കാനുള്ള മറ്റുള്ളവരെയാണ് ഉപയോഗിക്കുന്നത്, അല്ലാണ്ട് ആരെയും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ തന്നെ അളന്തുപോകണമെന്ന് തീരുമാനിക്കേണ്ടിയില്ല. വരട്ടെ അന്വേഷണം. നിങ്ങൾക്കിപ്പോൾ ഒരു മാസത്തെ സാവകാശം വരുന്നത് കൊണ്ട് വലിയ അപകടം സംഭവിച്ചു പോകുന്നില്ലല്ലോ. നിങ്ങൾക്ക് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പണിയാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാര്യം. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം തന്നെ പറയേണ്ടത് അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന് ഇന്നത്തെ പത്രത്തിൽ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് നമുക്കറിയിക്കാം. ഇതിപ്പോൾ ഒരു മാസത്തേക്ക് അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയത്തോട് നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാം. അല്ല, അത് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. അതിനെന്തെങ്കിലും കാര്യം കൃത്യമായിട്ട് പറയട്ടെ. അന്നേരം നോക്കാം. അൻവർ മാത്രമല്ല, അൻവർ അല്ലെങ്കിലും ആരായാലും XOY ആര് പരാതി പാർട്ടിയുടെ കേഡർമാരെ സംബന്ധിച്ച് പരാതി ഉന്നയിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ പരാതി ഞങ്ങൾ പരിശോധിക്കുക തന്നെ ചെയ്യും. പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. ഒരു മാറ്റവും ഞങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, അൻവറിന്റെ മാധ്യമത്തിൽ വന്ന വാർത്ത വെച്ചുകൊണ്ടാണല്ലോ ഇവിടെ യൂത്ത് കോൺഗ്രസും സമരം നടത്തിയത്. അതാ ഞാൻ പറഞ്ഞത്. അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കേവലമായിട്ടുള്ള ഒരു അന്വേഷണമാണെന്ന് നിങ്ങൾ ധരിക്കണ്ട. നിങ്ങൾ പറയുന്നതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് കോൺഗ്രസിന് UDF ഒന്നുമില്ല, യൂത്ത് കോൺഗ്രസിന് സമരം നടത്താനും അതുപോലെ തന്നെ പോലീസിനെ കടന്നാക്രമിക്കാനും അതിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഒരു സംശയം, അതിനെ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. രാഷ്ട്രീയം തന്നെയാണ്. അതായത് നിങ്ങൾക്കെല്ലാമുള്ള രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അതൊരു പ്രധാന ശരിയാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റായിട്ടുള്ളൊരു ചോദ്യമാണ്. ഒരു ജനപ്രതിനിധിയായ പാർട്ടിയുടെ പാർട്ടിയുടെ അംഗമായിട്ട് നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയാണോ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടത് എന്ന ചോദ്യം ശരിയായൊരു ചോദ്യമാണ്. അങ്ങനെയല്ല. അല്ല, അത് ഞാൻ പറഞ്ഞില്ലല്ലോ. എൻ്റെ വായിക്കതൊന്നും വെക്കില്ല. അങ്ങനെയല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. ഇങ്ങനെയല്ല. പിന്നെ ഒരു പാർട്ടി മെമ്പറോ പാർട്ടി ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല അൻവറിനുള്ളതുകൊണ്ട് സംഘടനാപരമായ കാര്യങ്ങൾ മുഴുവൻ അൻവറെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ പരസ്യമായിട്ട് പറയല്ല വേണ്ടത് എന്നുള്ളത് സത്യമാണ്. അതാ ഞാൻ പറഞ്ഞത്. ഒരു അടിസ്ഥാനമില്ല അതിന്, ആ പ്രചരണത്തിലൊന്നും. മുഖ്യമന്ത്രിക്ക് ഓഫീസിൽ മാത്രമല്ല കേരളത്തിലുടനീളം നിയന്ത്രണമുണ്ട്. ഓഫീസ് നിങ്ങൾ വിചാരം ഓഫീസല്ല, ഒരു ഓഫീസൊന്നുമല്ല. ഈ കേരളത്തിൽ മുഴുവൻ മുഖ്യമന്ത്രിക്ക് വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നല്ല നിയന്ത്രണം മുഖ്യമന്ത്രിക്ക് പൂർണ്ണമായിട്ട്. രാഷ്ട്രീയമാണ്. അല്ല, അൻവറിൻ്റെ രാഷ്ട്രീയമല്ല. അൻവറിനല്ലോ സമരം നടത്തുന്നത്. സുധാകരനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് അല്ലേ സമരം നടത്തുന്നത്. അവരെ രാഷ്ട്രീയമാണ്. അവരെ രാഷ്ട്രീയമാണ്.
അല്ലല്ല, അൻവറിന്റെ വെളിപ്പെടുത്തലുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ രാഷ്ട്രീയ ഉപകരണമാക്കി രാഷ്ട്രീയ സമരം നടത്താൻ വേണ്ടിയിട്ട് UDF ഇല്ല, കോൺഗ്രസും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും മുന്നോട്ടേക്ക് വരുന്നു മാത്രം കണ്ടതാണ്. അൻവർ പറയുന്നത് കേട്ട് സമരം നടത്തേണ്ടി വരുന്ന പ്രതിപക്ഷത്തിന്റെ ഒരു പരാജയത്തെ പറ്റി നിങ്ങൾ തന്നെ ഒരു ആലോചിച്ചോ? ഞാനൊന്നും പറയുന്നില്ല. അതാണ് പ്രതിപക്ഷം, അതാണ് കേരളത്തിലെ ഇന്നത്തെ പ്രതിപക്ഷം. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. അൻവർ എന്ന് പറയുന്നത് CPIM-ന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സഹയാത്രികനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിക്കുന്നതുമായ ഒരു കാര്യം വെച്ചുകൊണ്ട് കോൺഗ്രസിന് രാഷ്ട്രീയ സമരം നടത്തേണ്ടി വരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം രാഷ്ട്രീയത്തിന്റെ മുൻകൈ ഈ പ്രതിപക്ഷത്തിന് കേരളത്തിലില്ല എന്നതാണ്. അതാ അതിന്റെ അർത്ഥം. ഏത് അതൊക്കെ നമുക്ക് നോക്കാം. അൻവറിന്റെ പിന്നിലോ? അൻവറിന്റെ പിന്നിൽ ആരുമില്ല. അൻവർ തന്നെ. നിങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പാടില്ല. എന്ത് പരാതി വന്നാലും ഒരു പരാതിയും മൂടി വെക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കില്ല. അതെല്ലാം കൃത്യമായിട്ട് അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് പോകണം. ആരെ സംരക്ഷിക്കാനാണ്? ഈ പാർട്ടിക്ക് ആരെങ്കിലും സംരക്ഷിക്കേണ്ട വല്ല ബാധ്യതയുണ്ടോ? ഞങ്ങളതൊന്നും ആരെയും സംരക്ഷിക്കാൻ ഉത്തരവാദിത്വമില്ല. ഞങ്ങളത് കൃത്യമായിട്ട് അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്ന സമീപനത്തിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയാണ് CPIM. ഒരു പ്രതിരോധത്തിലും നിങ്ങൾ പ്രതിരോധത്തിലാണെന്ന് വ്യാഖ്യാനിക്ക് വിശദീകരിക്കല്ലേ? ഞങ്ങൾ പ്രതിരോധമൊന്നുമല്ല. ഞങ്ങൾക്ക് പ്രതിരോധം വന്നിന്. ഞങ്ങൾക്ക് ഒരു പ്രതിരോധത്തിൻ്റെയും പ്രശ്നമില്ല. നിങ്ങളുടെ പദപ്രയോഗമാണ് അതെല്ലാം. ആരെങ്കിലും ഒരാൾ വെളിപ്പെടുത്തിയാൽ, ആരെങ്കിലും ഒരാൾ വർത്തമാനം പറഞ്ഞാൽ, ഒരാൾ ഏതെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞാൽ, ഏതെങ്കിലും പ്രായസമ്മേളനം നിർത്തിവെച്ച് അപ്പോൾ പ്രതിരോധത്തിലായി. അങ്ങനെ ഈ ഓലപ്പാമ്പ് കാണിച്ചിട്ടൊന്നും പാർട്ടിയെ ഭയപ്പെടുത്താൻ നോക്കണ്ട. അതൊന്നും നിങ്ങൾ ഒരു കാര്യം ഉറപ്പിക്കാൻ പറയാം, ഇതൊന്നും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒന്നല്ല. പാർട്ടിക്ക് ഇതിനെല്ലാം കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പ്രതിപക്ഷത്തിന് ഇപ്പോഴ് ഒരു പ്രതിപക്ഷം വന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കാനാവാത്തതുകൊണ്ട് അവരെങ്ങനെയാണ് മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെയും രാജിവെപ്പിക്കാനാവുക എന്ന ഒരേ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ സമരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമരത്തോട് യോജിപ്പില്ല. അതിനെതിരായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യവും മുന്നോട്ടേക്ക് പോവുകയും ആര്? അല്ല, ആയുധത്തെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? അല്ല, അതൊക്കെ ഗവൺമെന്റ് തന്നെ തീരുമാനിക്കും. അതിന് ആരെങ്കിലും സ്റ്റാർട്ടപ്പ് ഒന്നും വേണ്ട. അഴിമതിക്കെതിരായിട്ടുള്ള ശക്തിയായ നിലപാട് സ്വീകരിച്ച് ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോകും. എല്ലാം കേട്ടിട്ടില്ല, മുഴുവൻ കേട്ടിട്ടില്ല. മുഴുവൻ പത്രസമ്മേളനം ഞാൻ കേട്ടില്ല. പത്രസമ്മേളനത്തിലെ ചില ഭാഗം കേട്ടു എന്ന് മാത്രമേ. അതെ, പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് മാത്രം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? അതാ ഞാൻ പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണ്? അടിസ്ഥാനം വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. അത് വരട്ടെ, അത് വന്നോട്ടെ, അന്നേരം നോക്കാം. പറയട്ടെ, അൻവർ പറഞ്ഞോട്ടെ. പോലീസുമായി അതിപ്പോ ഇവർ 2-3 ആളൊന്നും അല്ലല്ലോ. കേരളത്തിലെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പരാതികളും പ്രശ്നങ്ങളും പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരും പാർട്ടിയുടെ ഭാഗമായി നിൽക്കാത്തവരും ഒക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഉന്നയിക്കുന്നതൊക്കെ അതിൻ്റെ മെറിറ്റിൽ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു പ്രശ്നം ഉന്നയിച്ചാൽ ആ പ്രശ്നം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ പരിഹരിക്കണമെന്ന് പറഞ്ഞാൽ സാധിക്കുന്നതല്ലോ. അതിലൊരുപാട് പരിമിതികളുണ്ട്. ഭരണഘടനാപരമായിട്ടുണ്ട്, ഭരണകൂട ഘടനയുടെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. നടക്കും, ഒരു സംശയമില്ല. ഒക്കെ നടക്കും. അതെല്ലാം പരാതി അനുസരിച്ച് പരിശോധന നടത്തും. ഇല്ല, വരുന്നില്ല. ഞാൻ പറഞ്ഞു അതിന് ഉത്തരം പറഞ്ഞു. ആര്? നിങ്ങളെല്ലാവരും നോക്കിയോ? ആരൊക്കെ എന്നെ സഹായിക്കാനോ? എന്നെ സഹായിക്കാൻ
ജയരാജൻ വരാതിരിക്കുന്നതാണ് CPM സഹായിക്കുന്നത് എന്നുള്ള തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്കുള്ളത്. എന്നാൽ അതല്ല. അറ്റൻഡൻസിൽ ഞങ്ങൾ മാർക്ക് ചെയ്തോളും നോക്കിയിട്ട്. ഒരു കാര്യമില്ല, ഉണ്ടാക്കിയിട്ടുമില്ല, ഉണ്ടാക്കാൻ പോകുന്നില്ല, ഇനി ഭാവിയിൽ ഉണ്ടാക്കുന്നില്ല. അസംബന്ധമാണ്. അസംബന്ധത്തിന്റെ അപ്പുറത്ത് എന്തെങ്കിലും പദം ഉണ്ടെങ്കിൽ അതാണ്. എനിക്കറിയില്ല, അയാൾ കണ്ടാലും കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. അയാൾ കാണുന്നോ ADGP RSകാരനെ കാണുന്നോ കാണുന്നില്ല. ഗവർണർ ഉൾപ്പെടെ അവിടെ പോയിട്ട് RSകാരനെ കണ്ടില്ലേ? RSന്റെ മോഹൻ ഭഗത്തിന് കണ്ടിട്ടില്ലേ? ആര് കാണുന്നില്ല, പ്രശ്നമുള്ള അറിയില്ല. ഞങ്ങളും അതും തമ്മിൽ യാതൊരു ബന്ധമില്ല. അതാ പ്രശ്നം. അതാ കാര്യം. പിന്നെ വെറുതെ പറഞ്ഞാൽ മതി. അല്ല, ഞാനത് കാണുന്നോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ബാധകമായ പ്രശ്നമല്ല. CPM ഞാൻ പറ്റി പറയുന്നത്. CPM സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ആരെങ്കിലും കാണുന്നോ കാണുന്നില്ലയോ എന്നുള്ളത് ഒരു പ്രശ്നമല്ല. അവിടെയുള്ള കാര്യം അതല്ല. കണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. അവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നം CPIMന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി, അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ADGP RSനെ കണ്ട് ഡീലുണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്. അസംബന്ധമാണ്. അതിന്റെ അപ്പുറം എന്തെങ്കിലും പദം ഉണ്ടെങ്കിൽ അതാണ്. അങ്ങനെയാ പറയുന്നത്. നിങ്ങൾ പറഞ്ഞതല്ലോ. CPIയുമായിട്ടുള്ള ഡീലിനെ സംബന്ധിച്ച ചർച്ച വെറുതെ വേറൊന്നും തിരിച്ചു നോക്കാൻ നിൽക്കണ്ട. അതെ, അത് ശുദ്ധ അസംബന്ധമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. മുഖ്യമന്ത്രിക്ക് വേണ്ടി BJPയുമായിട്ടോ RSുമായിട്ടോ ഡീലുണ്ടാക്കാൻ വേണ്ടി ഒരാളെയും ഞങ്ങൾക്ക് അയക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഡീലുണ്ടാക്കുന്ന മോഹൻ ഭഗത്തുമായിട്ട് ഡീലുണ്ടായിക്കൂടെ? ഇവർ ഈ അസിസ്റ്റന്റ് കാണേണ്ട വലുത് കാര്യങ്ങൾ. ഞങ്ങൾക്ക് ആ രാഷ്ട്രീയമില്ലല്ലോ. ഞങ്ങൾ ഇതിനെതിരായിട്ടുള്ള അതിശക്തിയായ ഒരു രാഷ്ട്രീയ സമരം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ CPM. ഇന്നലെയും അതെ, ഇന്നും അതെ, നാളെയും തന്നെയാണ്. അതും പരിശോധിക്കുന്നുണ്ട്. തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ അകത്ത് ADGPക്ക് എന്തെങ്കിലും ബന്ധമുള്ളൂ എന്നുള്ള കാര്യവും പരിശോധനയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. എല്ലാരോടും ഏതാരോടും പരിശോധിക്കും. എല്ലാരോടും പരിശോധിക്കുന്നു. പറ. എന്തിനാണ് നിങ്ങൾ മന്ത്രി ചർച്ച ചെയ്യേണ്ട കാര്യം? വരേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഒരു പ്രതിസന്ധിയില്ല. ഞങ്ങൾക്ക് പ്രതിസന്ധി ഇല്ലാതുകൊണ്ടല്ലേ വരാത്തത്. നിങ്ങളൊന്നും പറഞ്ഞോ? മനസ്സിലായില്ല? അത്രയല്ലേ ഉള്ളൂ. ഇനി അത് ഈ വിഷയം മാത്രമല്ല, പല വിഷയത്തെ സംബന്ധിച്ച് ആലോചിക്കേണ്ടിയുണ്ട്. നിങ്ങൾ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഇരുന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചർച്ചയും, ആ ചർച്ചയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരാളെ വിളിക്കും, 15 ആളെ പറയും വിളിക്കും. എന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് CPM വിരുദ്ധമായ ഒരു ആശയം ഉൽപ്പാദിപ്പിക്കുന്ന ഈ വൈകുന്നേരത്തെ ചർച്ചയിൽ CPM പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന കാര്യം ഞങ്ങൾ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യാൻ പോവാം.